ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇത്രയും ദിവസം പെരയുന്ന നോമ്പ് തുറന്ന് ഒരു ദിവസമെങ്കിലും പുറത്തുനിന്ന് അടിപൊളിയാക്കി തുറക്കണം എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു. അതിലുപരി ഈ നോമ്പിന് ഇമ്മച്ചി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത അത്ര, അതായത് ഒരു പെരയിൽ ഇമ്മച്ചി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത അത്ര ആൾക്ക് വേറെ ആൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ. തുറവി വെച്ചിട്ട് ചിലപ്പോൾ കൂട്ടുകാരെ വിളിച്ചിട്ട് ഒരു ദിവസത്തിനൊക്കെ എല്ലാവരും ഉണ്ടായി കാണും. ഡെയിലി പെലച്ചക്കും നോമ്പ് തുറവിക്ക് ഒരു 10-15 ആൾക്കാരെ ഒരു വീട്ടിൽ തുറപ്പിച്ച, വീട്ടിലത്തെ മെമ്പേഴ്സ് അല്ലാത്ത ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ 15 ഫാമിലിയിൽ 15 മെമ്പേഴ്സ് ഉള്ളത് ചിലപ്പോൾ തുറപ്പിച്ച് കാണും. അപ്പം ഇമ്മച്ചി തുറപ്പിച്ചത്ര ആരും തുറപ്പിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഡെയിലി ഒരു വീട്ടിലത്തെ മെമ്പേഴ്സ് അല്ലാത്ത പോലെ മൊത്തം തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. സോ ഉമ്മച്ചി ഡിഡ് എ വെരി ബിഗ് ജോബ് ഫോർ ദിസ് റമദാൻ ടൈം. അപ്പം ഞങ്ങള് ഇപ്പച്ചി രണ്ടിൻ്റെയും മാറ്റം തപ്പാട്ടോ. നമ്മളെ വണ്ടി രണ്ടും ഇവിടെ കൂടെ നിർത്തിയിട്ടൊക്കെണ്ടാ. അപ്പൊ ഇപ്പച്ചി ചെക്ക് ചെയ്ത് നോക്കാണ് ഏതാണ് ഇപ്പം. അപ്പൊ ഈ കാണാണ് നമ്മളെ വണ്ടി, ഇതാണ് നമ്മളെ വണ്ടി കേട്ടോ. ഇത് രണ്ടും നമ്മളെ വണ്ടിയാണ്. ഇത് എനിക്ക് കിട്ടിയ ടൈമില് ഏകദേശം അങ്ങനെ ആയിരുന്നു. ഇങ്ങനെയാണ് എനിക്ക് വണ്ടി കിട്ടിയത്. ആ വണ്ടി ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഡിസയറിലും ഐക്രോസിലും 2 വണ്ടി എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. ഹൗസ് ദ ലുക്ക്? Scene look. No, you like it? Yeah. But what do you do? I do what do. It's like good. Very good. It's good, is it? What do you think about 2 cars in the same place and at the same frame? I'm a mechanic. Mechanic. What do you do for a living? I'm a mechanic. സൽമാൻ, ഇന്ന് രുചിയുടെ കലവറിലേക്ക് നീങ്ങുമ്പോൾ സൽമാൻ എന്ന് ഒരു ലോഡ് മധുരം തിന്നാന്നുള്ള ആഗ്രഹത്തിലല്ലേ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, നേരെ ടിആർഐക്ക് പോകുന്നത് കേട്ടോ. അപ്പൊ ടിആർഐയില് കോഴിക്കോടത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് നോമ്പ് തുറവിയാണ് നടക്കാൻ പോണത്. അപ്പൊ അതിക്ക് തന്നെ വില കൊണ്ടുവരണം എന്നുള്ളത് എന്റെ ഒടുക്കത്തെ ആഗ്രഹം കേട്ടോ. അതിലാണ് ഇപ്പച്ചിനെയും ഇമ്മച്ചിനെയും എല്ലാരും പൊറുക്കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇപ്പച്ചിനോട് എന്താ പറഞ്ഞറിയോ, ഇനി 400-500 ഒന്നും തുറവിക്ക് പോയി വണ്ടി കയറ്റണ്ട. അവിടെ പോയിട്ട് തിന്നാനും വേക്കൂല, കഴിക്കാനും വേക്കൂല. എന്തെങ്കിലും ഒരു ഭക്ഷണോ, ഒറ്റ ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ 4 തുറവിക്ക് പോകാൻ നിൽക്കണ്ട. ഒരു ഒറ്റ ബിരിയാണിയും ഒരു കാരയ്ക്ക് 4 സമൂസയും വാങ്ങേണ്ട എവിടെ ഇരുന്ന് തുറക്കാന്ന് ഇപ്പൊ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചോ, ഇപ്പാരിപ്പോഴും എല്ലാ തത്വം പറയണ്ട, കേട്ടാണ് നടക്കണ്ടേ. ഇപ്പാരിപ്പോഴും ഭയങ്കര ആ ഒരു പണ്ടത്തെ ഇപ്പച്ചിന്റെ കാലത്തെ ലൈഫ് സ്റ്റൈൽ ഇപ്പച്ചി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഇതിൽ തന്നെ നിന്ന് ലൈഫ് മുന്നോട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് നമ്മൾ നിൽക്കണോടത്ത് നിന്ന് നിലം മറക്കാതിരിക്കാൻ. യാ ഹോല പോലെ എൻ്റെ കുടുംബക്കാരൊക്കെ ഒന്ന് മാറുന്നതാണ് കുറച്ച് കാലത്തിന്. എല്ലാവരും എനിക്ക് ആവശ്യമുണ്ട്. അവരവനോട് അതാ ചോദിക്കണ്ടേ, എവിടക്കാ പോണേ പൂവല്ലേ? വെരി ഉപ്പച്ചി എന്താണ് നോമ്പ് തുറവയ്ക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടത്? സാധാ ഒരു ബിരിയാണിയും ഒരു നാരങ്ങളും നോർമൽ. നമ്മളെ ഈ നോമ്പെടുത്ത് നിൽക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം, ഒരു 2 കാരക്കയും കഴിച്ചാൽ തന്നെ എന്ത് ചെയ്തു, നമ്മൾ വയറ് നിറഞ്ഞ് നമ്മൾ പൂർവ്വസ്ഥിതിയിലായി. പിന്നെ അതിൻ്റെ മേലെ ഒന്നായിട്ട് അടിച്ച് കയറ്റാൻ, പിന്നെ ഒന്ന് വിശ്രമിച്ചിട്ട് സ്കാരൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കാന്നുള്ള ഒരിതാണ്. മാറ്റി വെച്ചിക്കണോ? അങ്ങനെയാണ് പ്ലാൻ ചെയ്യണത്. അതാണ് പോയോക്കാ. വളരെ ചെറിയൊരു തുറവിക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. സിമ്പിൾ തുറവി തുറപ്പിക്കാനാണ് നമ്മൾ ഇപ്പച്ചിനെ കൊണ്ടുവന്നിട്ടുള്ളത്. സിമ്പിൾ തുറവിക്ക് റെഡിയാണ്. അങ്ങനെ ഞങ്ങളെ സിമ്പിൾ ആക്കൂലെന്ന് എനിക്കറിയാം. ഇപ്പച്ചി ഇപ്പച്ചിക്ക് നമുക്ക് ഐഡിയ കിട്ടിപ്പിച്ച് കൊടുക്കാം. പോയോക്കാം. ഒരു പടക്ക ആളുണ്ട് ഇപ്പൊ. എന്തായാലും നമുക്ക് മേലക്ക് പോയോക്കാം. ഇന്നലെ വന്ന ഒരാള് പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്, നമ്മള് പെട്ടെന്ന് സാധനം പെട്ടെന്ന് തീരും. ഞാൻ ഇന്നലെ മൂപ്പരോട് ബാക്കി നിസ്കരിച്ചിട്ട് കഴിച്ചു. മൂപ്പര് നിസ്കരിച്ചാൽ പോയാൽ ചിലപ്പോൾ എനിക്ക് ബാക്കി ഇവിടെ തിന്നാൻ പറ്റില്ല. തിന്നിട്ട് നിസ്കരിക്കാൻ എന്നിട്ട് വേഗം നിസ്കരിച്ചിട്ട് പിന്നെ സ്ട്രാറ്റജിക് പ്ലാനാണ് എന്ത് നമ്മള് എടുക്കണം എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം ഈ സൈഡിൽ കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോഡ് അച്ചാറുകളുണ്ട് കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ബാബാ. അപ്പോൾ ഒരു ലോഡ് അച്ചാറ്, പിന്നെ നട്ട്സ്, പിന്നെ സൺഫ്ലവർ ഓയിലൊക്കെ എന്തിനാ, ഒരു ലോഡ് സലാഡുകൾ, ഹലപ്പനോസ്,
അഫീഫ് തിന്നുണ്ട് ക്യാബേജും ഈ ഇതിടുക കടലപ്പരിപ്പ് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് ഒരു അടി. ഇംഗ്ലീഷിന്റെ പരീക്ഷക്ക് ഇതൊക്കെ തിന്നണ്ട്. ആ ബുദ്ധി തരാൻ ഇവിടെ നിർത്തിക്കോ. ഇത് ക്യാബേജോ? ചെറുപയർ വേവിച്ചത്. ബീഫിൻ്റെ സാലഡ് ഇട്ടാ. പിന്നെ ഓ ഇതെന്താ ഇതെല്ലാം ഇന്നലെ വന്ന പറഞ്ഞു. ഇത് പംകിൻ്റെ എന്തൊരു സാധനമാണ്. ഇന്നലെയൊക്കെ ഫുള്ള് പേര് വെച്ചിന്, ഇന്ന് പേരൊക്കെ മാറ്റി. പംകിൻ സ്മാഷ് ചെയ്ത എന്തൊരു സാധനമാണ്. ഓ അതും രസമുണ്ട്. ഇത് ഫുള്ള് ഉപ്പിലിട്ട ഓറഞ്ച്. ഇപ്പച്ചിനെ എനിക്ക് ആവശ്യം. കൊച്ചിനെ വിളിച്ചോണ്ട് ഹായ്. അപ്പം ബത്തക്ക മുറിച്ച് വെച്ചിട്ടുണ്ട്, പപ്പായ, പൈനാപ്പിൾ. ഇപ്പച്ചിയെ വരൂ. ഇതിൻ്റെ മേഖലയാണ്. ഇഷ്ടപ്പെട്ട മേഖലയാണ്. ഇഷ്ടപ്പെട്ട മേഖലയാണ് ഫ്രൂട്ട്സ്. ഇതാണ് പപ്പായ. പപ്പായാണ് എൻ്റെ ഏറ്റവും. ഇത് ചെറിയതറ, ഇതിൽ അധികം ഒന്നും സംഭവങ്ങളൊന്നും ഇല്ല. വളരെ ലൈറ്റ് ആയിട്ട് ഒറ്റ ഡിഷിൽ തുറക്കണം. എങ്ങനെയുണ്ട്? ഇത് ഉപ്പിലിട്ടതും പിന്നെ വെള്ളങ്ങളാവും. ഇത് ഗ്ലാസ്, പലതരം പ്ലേറ്റുകൾ. പ്ലേറ്റ്. മട്ടൻ ബിരിയാണി, പിന്നെന്തോ പുലാവ്, ഹണി ചില്ലി ഗോബി. ഓ പായസ, പാൽവായ്ക്കടാ. എടുക്കാനായിട്ടില്ലട്ടാ മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണി ഇപ്പിച്ച് വരേണ്ട സ്ഥലം നോക്കി വെച്ചു. മട്ടൻ ബിരിയാണിൻ്റെ അവിടെ കൊണ്ട് വന്നേക്കാം. പിന്നെ ചിക്കൻ സ്റ്റ്യൂ സാധനങ്ങളൊക്കെ. ഇങ്ങനെ കാണിച്ചു കൊടുത്തോളൂ. ചിക്കൻ സ്റ്റ്യൂ, നഗറ്റ്സ്, പിന്നെ റൊട്ടി, നാനി, ചുക്കപ്പം, ഇടിയിറച്ചി. ഓ ജിംഷ ഇത് കഴിച്ചിക്കണ ചുക്കപ്പം ഇടിയിറച്ചിട്ടാ, ഒന്ന് കഴിച്ചു നോക്കണം. സാധാ 65, ചുക്കപ്പം ഇടിയിറച്ചി, ബീഫ് കണ്ണപ്പം. അഫേ ഇത് ഞാൻ കണ്ണൂരിന്ന് കഴിച്ചിനി. ഓ ഇത് സീസൺ കണ്ണപ്പം, ചെമ്മീൻ കണ്ണപ്പം കണ്ണൂരുകാരുണ്ടാക്കി ഇങ്ങനെ വെച്ച് വിളമ്പി തന്നാണ്ടല്ലോ സാറേ. ചുറ്റുള്ള ഒന്നും കാണൂല, ആവശ്യൻ്റെ തട്ടൊന്നുമല്ല, ഒന്നും കാണൂല. അമ്മാതിരി സാധനം ബീഫ് കണ്ണപ്പം. ഓ ഇത് കണ്ണൂർ ഏരിയയാണ്. കണ്ണൂര് ഇത് ഫുള്ള് കണ്ണൂർ ഏരിയ. അതത്രേ ഉള്ളൂ. ഇത് കണ്ണൂർ ഏരിയ കേട്ടോ. റോസ്റ്റഡ് ചില്ലി ബീഫ്, ചിക്കൻ കുരുമുളക് മസാല, നാടൻ ബീഫ് വരട്ട്. എടാ ഇതൊക്കെ പാടെ ഇങ്ങനെ തിന്നും. നൂഡിൽസ്, ചിക്കൻ പോക്കറ്റ്, കണ്ണുവച്ച പത്തിരി, ബീഫ് കുഞ്ഞിപ്പിടി, പൊരിച്ച പത്തിരി, ആളുടെ ദാൽ ഫ്രൈ, പിന്നെ നോർമൽ 2 ടൈപ്പ് ചിക്കൻ ടിക്ക, ജീരക്കഞ്ഞി, ഇതെന്താ കേക്കാ, ഇറച്ചിപ്പോളൻ്റെ. ഓ ചിക്കൻ ക്രഞ്ചി ബോംബ്. ബോംബൊക്കെ മുറിഞ്ഞു വന്നു. ചിക്കൻ ക്രഞ്ചി ബോംബ്, ഫിഷ് മുകളിലിട്ടത്, ചിക്കൻ ഫിംഗർ. അപ്പം നമുക്ക് ഇനി ആ സൈഡ് സൽമാൻ്റെ സൈഡുണ്ട്. സൽമാൻ്റെ സൈഡ് കൂടി. സൽമാനെ ഇവിടെ വന്നാ. സൽമാൻ്റെ സൈഡ് സൽമാൻ തന്നെ വിവരിച്ച് തരുന്നതാണ്. ഹലോ പോയിരുന്നോളൂ. എന്താ പറഞ്ഞേ? കറിയാണ് ഇത്. പണ്ട് നമ്മുടെ ഡിഷുകളിൽ ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് തറവാട് വീടുകളുണ്ടായിരുന്ന സാധനമാണ് ജീരകഞ്ഞി. നോമ്പിൻ്റെ സ്പെഷ്യലായി വയറിന് ഏറ്റവും നല്ല സംഗതിയാണ്. അപ്പോൾ കുറേ ഇപ്രാവശ്യം വന്നിട്ട് നോമ്പിൽ അത് കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്കത് തുടങ്ങും. സൽമാനെ തുടങ്ങിക്കോ. നമ്മൾ ഇന്നലെ എന്തിട്ട് പറഞ്ഞ പോലെ യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിൽ വേർതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഓ എനിക്ക് ഞാൻ കണ്ടിന്യൂ വീഡിയോ പറഞ്ഞു. ഡയലോഗൊന്നും പഠിച്ചില്ലേ? നമ്മളെല്ലാതും ടേസ്റ്റ് നോക്കും. ഏത് തലക്കുന്ന തുടങ്ങും. ഇത് ചോക്ലേറ്റ് നമ്മള് ഉള്ളിക്കും പൈസ ഉണ്ടല്ലോ. കുനാഫല്ലോ
ഇന്നലെ കൂടെ ഫുഡിങ് നടക്കണ്ടില്ലേ ബക്ലാവ് ഉണ്ട്, കുനാഫല്ല. ആദ്യം മുറിച്ചു. അത് കേക്കാ ബക്ലാവ എന്നാ പറഞ്ഞു. കുനാഫ ദീക്ക് ലാസ്റ്റ് ഗർമിസലിലേക്ക് ഇട്ടിട്ടാണ് പറഞ്ഞത് കുനാഫ ആക്കോളി. അർബാബ് നിനക്ക് വേണ്ടി എന്തും ചെയ്തിട്ട് സൽമാൻ. സൽമാൻ ഇത് എനിക്ക് ഈ ഏരിയ അമ്പലോട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരുമോ? സ്പെഷ്യലി ഇജ് വരും എന്ന് പറയുന്നതാണ്. രസഗുള ഗുലാബ് ജാമുനൊക്കെ എടുത്തുകൊണ്ട് ഒരു 10 തിന്നോണ്ടി. കുനാഫ തുറന്നോക്ക്. പക്ഷെ എന്തോ ആണ്, എന്തോ ഒരു ആഫയാണ്. നല്ല സ്മെല്ല്, അടിപൊളി സ്മെല്ല്. കേക്കൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഫുൾ ജനായിടോ, ഫുൾ ക്രൗഡായി. ഇവിടെ ഇത് ബേൽപൂരി, പാൻപൂരി, മസാൽപൂരി, പാനിപ്പൂരി, പേൽപൂരി, മസാൽപൂരി. അപ്പോൾ ലൈവ് ആക്കിയിട്ട് പിന്നെ ഫിഷ് താവ. ഇതെന്തിനറിയോ? ഈ ഏരിയക്ക് നമ്മളിത് സൂപ്പ്. യെസ്. അപ്പോൾ എല്ലാം കണ്ടു കഴിഞ്ഞിട്ടാ. അപ്പം ഇനി ഫുൾ സാധനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി തുറക്കണ സമയത്ത് നമുക്ക് കാണാം. ഇവിടെ എന്താ വെച്ചാൽ മെയിൻ കോഴ്സിൻ്റെ അടുത്തേക്ക് ആരും ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ആദ്യം ആരാ പോകണം, ഇങ്ങനെ ഒരാൾ പോകാൻ കാത്തിക്കണം എല്ലാവരും. ഇവിടെ ഫുൾ ഫ്രീ ആണ്, ആരും ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അഫീഫ് ഒന്ന് പോയി തുടക്കട്ട് കൊടുത്താൽ എല്ലാവരും പോകും. പോ സൽമാൻ പോവോ? അഫീഫ് പോവോ? ജിമ്മി പോവോ? അപ്പോൾ ഇതാ 2 ആൾ പോവാട്ടോ. വേഗം പ്ലേറ്റ് എടുത്ത് പോയിക്കോളി. അല്ല പ്ലേറ്റ് പ്ലേറ്റ് എടുത്ത് പോയിക്കോളി. ജോലപ്പം പോണ്ട, ജിന്നെ നിന്നാൽ മതി. എനിക്കുള്ള ഇടം കേട്ടോ. ഓ എടാ 3 ആളും പോയടാ. സമ്മതിച്ചടാ ധൈര്യം. ഉദ്ഘാടനം കഴിച്ചു. വേറെ ആരും പോണതിൻ്റെ മുന്നേ ബാക്കിയുള്ളവരൊക്കെ തിന്ന് കഴിച്ചു കേട്ടോ. മടി കൊണ്ട് ആരും പോവാതൊക്കെ. ഇനി ജിമ്മി, ഈസാന്, സ്റ്റീല് 3 ആളും പ്ലേറ്റ് എടുത്ത് ഫയാസും എന്ത് ചെയ്ത് സ്ട്രൈറ്റ് മനുഷ്യന്മാരടാ. ഈച്ച് ഇന്നലെ വന്നുകൊണ്ട് എവിടെ ഉള്ളതെന്നൊക്കെ ഓനെ അറിയും ചെയ്യാം. സ്ട്രൈറ്റ് മനുഷ്യന്മാരെ നേരെ പ്ലേറ്റ് എടുത്ത് പോവുകയും ചെയ്തു. അപ്പോൾ സുഹൃത്തുക്കളെ, ശ്രീ ഈസാൻ അവർകൾ നയിക്കുന്ന ചൈത്രയാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. പരിചയം ഉണ്ടായതുകൊണ്ട് ചെമ്മീനച്ചാറാ അച്ചാറൊക്കെ ഇവിടെ നിന്ന് എടുത്ത് പോകണം. നമ്മൾ വെച്ച് ബിരിയാണീൻ്റെ ഒപ്പം ഫുള്ളായി ക്രൗഡായി. അല്ലെങ്കിൽ ലാസ്റ്റിക്ക് പെരും ക്രൗഡാവും. നമുക്ക് എടുത്താലോ? ചെറുക്കന്മാരൊന്നും നോക്കിയില്ല, ഒരു സോഷ്യൽ ആൻസൈറ്റി ഇല്ല. നേരെ പ്ലേറ്റ് എടുത്ത് പോകുന്നത് ഫസ്റ്റ് തന്നെ കയറി തന്നിട്ടാ. ഈച്ച് നയിക്കുന്ന നോ സോഷ്യൽ ആൻസൈറ്റി യാത്ര, നോ ക്രൗഡ് ഫിയർ യാത്ര. ഈസാൻ എല്ലാ അച്ചാറും സാധനങ്ങളൊക്കെ ചെറുക്കന്മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് സൂപ്പർ, ഒന്നും പറയല്ല. ആ ബീഫിൻ്റെ തോന്നിട്ടോന്ന് ചോദിച്ചോ. ഇത്തിരി എടുത്താൽ മതി കേട്ടോ ജിമ്മിയെ, അധികം എടുത്താലേ. അത് സൂപ്പർ, സൂപ്പർ. ഇത്തിരി എല്ലാവരും എടുത്ത് കഴിഞ്ഞിട്ട് കാണാം. അതെന്താ അറിയോ, പോത്തിൻ്റെ തോലെടുത്തോണ്ട് അറിയിച്ചു. അല്ല അങ്ങനെയല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മട്ടൻ ബിരിയാണി. ഉമ്മച്ചി മട്ടൻ ബിരിയാണി കുറേ സാധനം എടുത്താണ്. ഇപ്പച്ചിക്ക് എന്താ ഇഷ്ടപ്പെട്ടു? കുഞ്ഞിപ്പിടി രസമുണ്ട്. സൽമാൻ നിനക്ക് എന്താ ഇഷ്ടപ്പെടാൻ? തിരിഞ്ഞൊക്കെയല്ലേ പറയേ. എന്നാലും എൻ്റെ പ്ലേറ്റിൽ എന്തൊക്കെ പറയും? ഇത് പൊടിച്ചാണ് പറയും. പ്ലേറ്റിലൊക്കെ ഇഷ്ടമായിട്ടോ. ഒന്നും പറയാല്ല, എന്താ തിന്നണ്ടെന്നുള്ള കൺഫ്യൂഷനാണ്. അതാണ് നമ്മൾ ചോർക്ക് കൂട്ടാനാണ് എടുത്തുക്കണത്. പക്ഷേ കൂട്ടാനക്ക് ചോറാണ് എടുത്തുക്കണത്. അതിന് തിരിഞ്ഞു പോയി. കൂട്ടാനക്ക് ചോറിട്ടുള്ള അവസ്ഥയാണ്. എല്ലാം ഫുൾ ഡിഷസാണ്. ഫയാസ് ഇതിൽ ബീഫുണ്ട്, ചിക്കനുണ്ട്, മീനുണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്. ചോറ് മാത്രം കുറച്ച് കുറവാണ്. അപ്പം എല്ലാം തിന്നിട്ട് പറയാം. അപ്പം എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് വിശേഷങ്ങളൊക്കെ കാണാം. എന്തേ മട്ടൻ്റെ ഉള്ളത്തെ ഇഷ്ടപ്പെട്ടാ? അതിനെ കണ്ണൊക്കെ ശരിയാക്കി. അപ്പം എന്തായാലും കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. സുഹൃത്തുക്കളെ, ടീം ഡയബറ്റിസ് ഇതാ നമ്മളെ കൂടെ ഉണ്ട്. 3 ഗുലാബ് ജാമുന്, ഐസ്ക്രീം, പിന്നെന്തോ എന്തൊക്കെയോ റാസ്ബെറി മൂസ ഒക്കെ ഇട്ടാണ്ട് തിന്നുന്നുണ്ട്. ഫയാസ് അത് അവിടെ ഒന്നായിട്ട് പൊറുക്കി തിന്നാണ്ട് കൈമ കൂടി കഴിയാണ്ട് ആകെ ഇടങ്ങാറായിരിക്കണ്. ഐസ്ക്രീമും ഗുലാബ് ജാമുനും
നിങ്ങളുടെ ചുക്കപ്പം ഇടിയർച്ച രസമുണ്ടെന്ന് പറയുന്നു നവദമ്പതികൾ. ശുദ്ധീകസൻ നുസ്രത് ബീവി അവർ ഞാൻ പൈനാപ്പിൾ ഇന്ന് ഫുള്ളായി. ഇടിയർച്ച ചോദിച്ചിട്ടുണ്ടോ? സൽമാടോ സൽമാ? ഈ കൂട്ടത്തിലെ കൊമ്പനോടെ ഡയബറ്റിസ് കിങ് എന്തൊക്കെയോ വിളിച്ചാണ് കേട്ടോ. അപ്പോൾ അതിലേറെ മോശമാവും ഉള്ള പറഞ്ഞു. മനസ്സിലായോ ബോസിനെ? സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കാണുന്നത് ഡയബറ്റീസിന്റെ ലോറി കോഴിക്കോട് മറിഞ്ഞു കിടക്കുന്നതാണ്. ഡയബറ്റീസ് ലോറി മറിഞ്ഞു, ഷുഗർ ലോറി മറിഞ്ഞാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അതിലില്ലാത്തൊന്നും അവിടെ ഇല്ല. സൽമാൻ സൽമാൻ ബക്ലാവയും ഗുലാബ് ജാമുനും കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. തിന്നോട്ടെ, സമാധാനത്തിൽ തിന്നോട്ടെ. നമ്മളിതാ ടീം ബത്തക്ക. നോമ്പ് തുറ കഴിഞ്ഞാൽ ഒരു ചൂട് ചായ നോമ്പ് തുറ കഴിഞ്ഞാൽ അവിടെ പേര് കൊടുക്കുന്നത്. എന്തായാലും അതാ ഫോണിന്റെ പ്രശ്നമാണ്. നല്ല ചായ കേട്ടോ, നല്ല ചായ, നല്ല മിഞ്ഞാന്ന് കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്താ വേണ്ടി? ചായയും കാപ്പി ഞാൻ കഴിച്ചില്ലായി. അങ്ങനെ അവളൊരു കാപ്പിയും ഞാനൊരു ചായ. അതെ, അവളൊരു കാപ്പി ഞാനൊരു ചായ, ഞാനൊരു കാപ്പി അവളൊരു ചായ, അവളൊരു കപ്പി ഞാനൊരു ചായയും അവളൊരു കപ്പി ഞാനൊരു ചായയും കാപ്പിയാക്കി. ആ കാപ്പിയും ചായയും അവളുടെ കാപ്പി ഞാനൊരു ചായ അതിന്റെ ചായ. ഒരു ടീ, ചേട്ടാ ഒരു കോഫി. പരിസരം പറഞ്ഞു. ഈസാന്റെ ആദ്യത്തെ 5 ഗുലാബ് ജാമുൻ കഴിഞ്ഞിരിക്കുന്നു. ഈ പാത്രത്തിൽ ഇനി പോകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയ ഈ തളിക എടുത്തോ, സമൂസട്ട തളിക. മറ്റേ മൈക്കാര കയ്യിലാണ്. ഈ മ്യൂസിക്കിന് കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ കഥ കഴിഞ്ഞു. റമദാൻ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ആണത്. എന്നാ കുഴപ്പമുണ്ടാവില്ല. കോപ്പറേറ്റ് ഉണ്ടാവേ. പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് കാണണ്ട. ടീം ഷുഗർ, ഒരു തന്തിയും ഒരു കുട്ടിയും. ഷുഗറിന്റെ വണ്ടി മതിഞ്ഞ സ്ഥലമാണ് ആ പ്ലേറ്റ്. നിനക്ക് വേണോടാ, നിനക്ക് വേണോടാ, നിനക്കെന്നാടാ? ബക്ലാവയുണ്ട്, കുനാഫയുണ്ട്, എല്ലാമുണ്ട്. സൽമാന്റെ പ്ലേറ്റ് ഗുലാബ് ജാമുനുണ്ട്. കറക്റ്റ് പാട്ടാടാൻ പറ്റില്ല. റിട്ടേൺ അടിച്ചു വന്നുണ്ടോ സൽമാൻ? റിട്ടേൺ വന്നാ അസ്സലാമു അലൈക്കും. എവിടേക്കാ? കട്ട് ലൈൻ കട്ട്.